മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടി നടക്കുകയാണ്. ഒനീലിനെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ്. മെയിനായിട്ടും ഒനീലും അക്ബറും ആര്യനും കൂടിയാണ് ഫൈറ്റ് നടക്കുന്നത്. കാരണം അനുമോള് എല്ലാ ബോട്ടിലുകളും റിജക്റ്റ് ചെയ്തു. എന്നാൽ ജിഷിൻ 2 ടീമുകളിൽ നിന്നും 4 ബോട്ടിലുകൾ വീതം അപ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ അനുമോള് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോൾക്ക് എതിര് നിന്നിരുന്നു. ആ സമയത്തും അനുമോൾക്ക് സപ്പോർട്ടായി നിന്നത് ഒനിയിലും അഭിലാഷും മാത്രമായിരുന്നു. അതിനെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ്. അപ്പോൾ അക്ബർ ഒനീലിനോട് പറയുന്നത്, നീ ഈ കാര്യത്തിന് അനുമോളെ സപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ ഗ്രൂപ്പിന് മാത്രം പോയിന്റ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും കഷ്ടപ്പെട്ട് ഇത്രയും നേരം കളിച്ചതല്ലേ, അപ്പോൾ 2 ടീമിലെയും ഈക്വലായിട്ട് പോയിന്റ് കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീയും അഭിലാഷും എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒനീലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഒനീൽ പറയുന്നത്, അത് അവളുടെ മാത്രം തീരുമാനമാണ്, അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അക്ബർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒനീലിൻ്റെ മുഖം മൂടി അഴിച്ചു കളയുന്നത്. കാരണം ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒനീൽ അക്ബറിൻ്റെ അടുത്ത് വന്നിരുന്നു, ഈ ഗെയിം നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാമെന്ന് പറഞ്ഞ്. ആ സമയത്ത് അക്ബർ പറഞ്ഞു, ഇല്ല, ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിച്ചോളാം, ഗ്രൂപ്പായിട്ട് കളിക്കാൻ താല്പര്യമില്ലെന്ന്. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കുന്ന വ്യക്തിക്കായിരിക്കും അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആകാനുള്ള അവസരം. ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഈ ഗെയിം കളിച്ചാൽ ഉറപ്പായിട്ടും പിന്നീട് ഇതേ ചൊല്ലിയൊരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ അക്ബർ ആദ്യം തന്നെ പറഞ്ഞു, ഗ്രൂപ്പായിട്ട് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇൻഡിവിജ്വലായി തന്നെ കളിച്ചോളാമെന്ന്. ആ ഒരു ദേഷ്യം ഒനീലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒനീൽ ഇപ്പോൾ ചോദിക്കുന്നത്, നിനക്ക് എത്ര കുപ്പി കിട്ടി? 8 എണ്ണം, ആര്യന് 7 എണ്ണം, എന്നിട്ട് നിങ്ങളിപ്പോൾ മൂഞ്ചിയില്ലേ? അതാണ് എൻ്റെ ഗെയിം. ഇപ്പോൾ നിങ്ങൾക്കും 0, എനിക്കും 0, അതാണ് എൻ്റെ ഗെയിം. കാരണം ഒനീലിന് 1 or 2 ബോട്ടിലുകൾ മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ റൗണ്ട് റദ്ദാക്കാൻ വേണ്ടി ഒനീൽ നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്തത്. അക്ബർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒനീലിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഒനീൽ അക്ബറിനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അക്ബറിനോട് പറയുന്നത്, കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, ബുദ്ധി വേണം. എന്നിട്ട് ആര്യനോടും അതുതന്നെ പറയുന്നു, ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, ബുദ്ധി കൂടി വേണമെന്ന്. അപ്പോൾ ആര്യനും തിരിച്ചു പറയുന്നു, അതെ, നിന്നെപ്പോലെ കുത്തിത്തിരിപ്പ് എനിക്കറിയില്ലടാ, ഈ ഗെയിം എന്തായാലും ഇന്നുകൊണ്ട് കഴിഞ്ഞൊന്നുമില്ലല്ലോ, നാളെയുമില്ലേ, നാളെ കാണിച്ചു തരാടാ. അങ്ങനെ എന്തായാലും ആര്യൻ ഇപ്പോൾ ഒനീലിനെ വെല്ലുവിളിച്ചിട്ടൊക്കെയുണ്ട്. ഒനീലിന് സപ്പോർട്ടായി ആകെ അഭിലാഷ് മാത്രമാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഈ ഒരു കാര്യം കൂടി അറിഞ്ഞപ്പോൾ അക്ബറിന് സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് കളിച്ചതാണ് ഇത്രയും നേരം. അക്ബർ പറയുന്നത്, എൻ്റെ കുപ്പികൾ സെലക്ട് ചെയ്യണം എന്ന് മാത്രമല്ല, 2 ടീമിനും ഈക്വലായിട്ടൊരു പോയിന്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒനീൽ അതിന് സമ്മതിക്കാത്തത്, ഈക്വലായിട്ട് പോയിന്റ് കൊടുത്താലും ഒനീലിന് അതിൽ നിന്നും 1 സ്റ്റാറും ലഭിക്കില്ല. കാരണം ആകെ 2 ബോട്ടിലേ ഉള്ളൂ ഒനീലിന്, അത് 2ഉം റിജക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ഒനീൽ ഇപ്പോൾ പറയുന്നത്, ഇത് എൻ്റെ ബുദ്ധിയാണ്, ഞാൻ കാരണമാണ് ഇപ്പോൾ ഈ ഒരു റൗണ്ട് ക്യാൻസലാക്കി കളഞ്ഞത്, ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ കഴിവ് മാത്രം പോരാ എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിന് ഒനീലിനോട് യോജിക്കാൻ കഴിയില്ല. ഗെയിമിൽ കുതന്ത്രങ്ങളൊക്കെ ആവാം, കാരണം അതാണ് ഗെയിം, പക്ഷേ എല്ലാവരെയും ഒന്ന് മാനിക്കണം. ഇവിടെ അക്ബറിനും ആര്യനും ആ സ്റ്റാറുകൾ ലഭിക്കരുത് എന്ന ഒറ്റ വാശി കൊണ്ട് ഒനീലെ എല്ലാവരുടെയും അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. അക്ബറും ആ കാര്യം വ്യക്തമായി തന്നെ നമ്മുടെ ഒനീലിനോട് പറയുന്നുണ്ട്, നീ ക്യാപ്റ്റൻസി ടാസ്കിലും ഇതുപോലെ കുബുത്തി കാണിച്ച് ക്യാപ്റ്റൻ ആയതല്ലേ, ഞങ്ങളൊന്ന് റോക്കറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് സമ്മതിച്ചില്ല, അതുകൊണ്ടല്ലേ നീ ക്യാപ്റ്റനായത്. അങ്ങനെ എന്തായാലും 1ഉം 2ഉം പറഞ്ഞ് ഒരു 1/4 മണിക്കൂറായി അക്ബറും ഒനീലും ആര്യനും ഷാനവാസ് എല്ലാം കൂടി പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.